അങ്ങനെ വെയിലൊക്കെ അറിയപ്പോ നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങിട്ടാ. അങ്ങനെ നമ്മുടെ കടേര അവിടെ എത്തിയപ്പോ നമ്മളൊരു ചൂട് ചായ. ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ തലേര മുകളിൽ കുറെ സാധനങ്ങൾ കണ്ട ആ വേസ്റ്റ് ഒക്കെ ഇറക്കണം. നമ്മുടെ മുദ്ദലാളി കോണെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി എന്തുട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അലുമിനിയം ഇരുമ്പൊക്കെ വേറെ വേറെ പെട്ടിയിലേക്ക് വെക്കണം. അങ്ങനെ അത് ഒതുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ കോണിയൊക്കെ കയറ്റി വെച്ച് നേരെ കയറി സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇറക്കി തുടങ്ങിട്ടാ. കേറിയപ്പോൾ മനസ്സിലായി ചില്ലറ സാധനങ്ങളല്ല ഇതിന്റെ ഉള്ളിലുള്ള. ചിലപ്പോൾ ഒന്നും ചെയ്യാതെയും ഇരിക്കൂ. അങ്ങനെ നമ്മുടെ ഒതുക്കലൊക്കെ കഴിഞ്ഞിട്ടാ. ഇനിയിപ്പോ വീട്ടിൽ പോയിട്ട് കുളിച്ച് ഫ്രഷ് ആവും. അങ്ങനെ നമ്മൾ കുളിച്ച് കുട്ടപ്പനായിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിട്ടാ. ഇനിയിപ്പോ മെയിൻ പരിപാടി അറിയാലോ, ഫുഡ് അടി. അപ്പോഴേക്കും ഇവിടെ ചേട്ടാ വണ്ടി കൊണ്ടെത്തി. എവിടേക്ക് പോണേന്നൊന്നും പറയണ്ടല്ലോ, നെഹ്ദി തന്നെ. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോ മഴ ചാറി. ഓ ഇന്ന് പൊളിക്കും മഴ മന്തി അടിപൊളി. വന്ന് കയറിയിരുന്നപ്പോ ആദ്യം ശ്രദ്ധിച്ചത് ഈ സാധനം. ഇത് ഇവിടെ ഒരു പുതിയൊരു അതിഥിയാ. ഇവിടെ സാലഡ് നിർത്തിയിരുന്നു, അതിന്റെ പകരം കൊണ്ടുവന്നിട്ടുള്ളതെന്ന് കൊണ്ടിട്ടത്. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഓരോന്ന് പറഞ്ഞിട്ടാ ഹണി കേട്ടാ. അങ്ങനെ പ്ലേറ്റിലേക്ക് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടാ. ഇനിയിപ്പോ അതിയായി ഹണിയിൽ ഒരു ചെറിയൊരു കഷ്ണം പൊട്ടിച്ച് അമ്മായോയില് മുക്കി ആ സലാഡും ആ സോസും എല്ലാം ഈ കൂട്ടി കുഴച്ച് കഴിക്കുമ്പോ കിട്ടുന്ന സുഖണ്ടല്ലോ മക്കളെ. അതേപോലെ തന്നെ എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ് ഈ മയോയിൽ ഇത്തിരി സോസ് ആക്കി മിക്സ് ആക്കിയിട്ട് കഴിക്കുമ്പോ അടിപൊളിയാണ്. കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ മയോയിൽ സോസ് ആക്കിയിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പൊ ശരി, ബൈ ട്ടാ.